ടി ജി, വീണ്ടും ഒരു പ്രളയത്തിൻ്റെ ഒരു സാഹചര്യമാണ് കേരളത്തിൽ. അതായത് 2018 ഓഗസ്റ്റ് മാസമാണ് പൊതുവേ ഇങ്ങനെയൊരു. 2018 ഓഗസ്റ്റിലായിരുന്നു, പിന്നെ ഇങ്ങോട്ട് 19 നടന്നു. ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കേരളത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ പഴയ സർക്കാരായിരുന്നെങ്കിൽ ഇതങ്ങനെ വരില്ലായിരുന്നു. പുതിയ സർക്കാർ വന്നപ്പോൾ ഹെലികോപ്റ്റർ, പഴയ സർക്കാരിൻ്റെ കയ്യിൽ എന്താ മാജിക് പാൻറ് ഉണ്ടായിരുന്നു? അല്ല പ്രളയം വരട്ടെ, പ്രളയം നിൽക്കട്ടെ. അല്ല കേരളത്തെ എടുത്ത് ഉയർത്തുന്ന ആൾക്കാർ. വെറുതെ ഈ പ്രളയകാലത്ത് രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഭാരതത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ്. ഒരു ക്രൈസിസ് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഭരണകക്ഷിയെ കുറ്റം പറയാൻ 110 കാര്യങ്ങൾ കിട്ടും. എന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടാകും. ഒന്നുകിൽ ആംബുലൻസ് വരാൻ താമസിച്ചു, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതിൻ്റെ പേരിൽ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അത് നല്ല കാര്യമല്ല. പ്രളയം കഴിയട്ടെ, നിങ്ങളിതൊക്കെ കുറിച്ച് വെച്ചോ ഈ വീഴ്ചകളൊക്കെ, എന്നിട്ട് നിങ്ങൾ നിയമസഭയിൽ അത് ഉന്നയിക്കുക. അതാണ് അതിൻ്റെ മര്യാദ. ആരെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണം. ഇടതുപക്ഷം ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷം പറയുക, സർക്കാരിന് ഒരുപാട് വീഴ്ചകളുണ്ട്, ഞങ്ങൾ തൽക്കാലമൊന്നും പറയുന്നില്ല, ക്രൈസിസ് കഴിയട്ടെ ഞങ്ങൾ പറയാം. അങ്ങനെ ചെയ്യാനുള്ളൊരു സത്യസന്ധത ഇടതുപക്ഷം കാണിക്കണം. ഇപ്പോൾ സതീശനെ കിട്ടുന്നിടത്തെല്ലാം വെച്ച് ഒരു അവസരം നോക്കിയിരിക്കുക, അതൊരു നല്ല കാര്യമല്ല. പാത്തും പതുങ്ങിയൊക്കെ ഇരുന്ന് ഒരാളെ ആക്രമിക്കുക എന്ന് പറയും ഒരു ശരിയായ സംഗതിയല്ല. ഞാൻ നോക്കിയിട്ട് പിണറായി വിജയൻ ഹാൻഡിൽ ചെയ്താലും ഇതുപോലെയൊക്കെ ഇരിക്കും, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. വി ഡി സതീശൻ ഹാൻഡിൽ ചെയ്താലും ഇതുപോലെയൊക്കെ ഇരിക്കും. കാരണം ഒരുപാട് പേര് രക്ഷാപ്രവർത്തനം, ഫയർഫോഴ്സ്, കളക്ടർ, RDO, പിന്നെ പൊതുജനങ്ങൾ പ്രത്യേകിച്ച്, ഇവരൊക്കെ ചേർന്ന് വേണം ഇത് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ. ഇതിലാരെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ച വരും, മനുഷ്യനല്ലേ, ആ വീഴ്ച വരും. അതിൻ്റെ പേരിൽ കുറ്റം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഹെലികോപ്റ്ററിൽ സ്വന്തം ആവശ്യത്തിന് പോയി പിണറായി ഹെലികോപ്റ്റർ വാങ്ങിയ സമയത്ത് എല്ലാവരും അദ്ദേഹം പക്ഷേ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയുള്ളൊരു പരാമർശങ്ങൾ. വി ഡി സതീശൻ കാറിൽ പോയി എന്ന് വിചാരിക്കുക. പോണ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അവിടെ ഒന്ന് കയറി. ആരെങ്കിലും കുറ്റം പറയുമോ? ഇത് ഹെലികോപ്റ്റർ ആയതുകൊണ്ട് കുറ്റം പറയുന്നില്ല. കാറാണെങ്കിൽ കുഴപ്പമില്ല. അതൊരു ദുരുപയോഗമൊന്നും അല്ല. വാസ്തവത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചാണ്, എനിക്ക് എൻ്റെ കണ്ടീഷൻസ് അറിയില്ല. ഹെലികോപ്റ്ററിനും മാസാമാസം വാടക കൊടുക്കണം. ആ വാടകയിൽ 25-28 മണിക്കൂർ പറക്കലും കൂടെ ഉൾപ്പെട്ടതാണ് വാർത്ത. പറന്നാലും പറന്നില്ലെങ്കിലും കാശ് കൊടുക്കണം. അപ്പോൾ വി ഡി സതീശൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വേഗം പോവുകയും ചെയ്യാം. ഏതായാലും അവർക്ക് വാടക കൊടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ 28 മണിക്കൂർ എക്സീഡ് ചെയ്തിട്ടുമില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ വാഹനം ഉപയോഗിച്ചു. ഒരു വാഹനം ആയിട്ട് അതിനെ കണ്ടാൽ മതി. അതിനായിട്ട് എക്സ്ട്രാ ചിലവൊന്നും വന്നിട്ടില്ല. ഹെലികോപ്റ്റർ കേരള സർക്കാരിന് ആവശ്യമാണോ എന്നുള്ളത് വേറൊരു ചോദ്യം, അത് ഡിബേറ്റബിളാണ്. പക്ഷേ വാടകയ്ക്ക് എടുത്ത സാധനം ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? മറ്റേ പുള്ളി ഉപയോഗിച്ചില്ല, ഈ പുള്ളി ഉപയോഗിച്ചു. ഉപയോഗിക്കാനായിട്ടാണല്ലോ ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, അല്ലാതെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അതുകൊണ്ട് ഉപയോഗിക്കട്ടെ. നമ്മുടെ സംസ്ഥാനം ചെറുതായിരുന്നപ്പോൾ അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ മന്ത്രിമാരുടെ ഇടപെടലില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു വെള്ളപ്പൊക്കമോ ഒരു ചെറിയ ഉരുൾപൊട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മന്ത്രിയൊന്നും വരില്ല. മന്ത്രി വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു പണ്ട്. അപ്പോൾ മന്ത്രിമാർക്ക് ഓടിയെത്താൻ ശരി പതുക്കെ എത്തുമ്പോഴെത്തും, അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെയല്ല, റാപ്പിഡ് റെസ്പോൺസ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വന്നു. ഇപ്പോൾ അങ്ങനെയാണ്. എൻ്റെ വീടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പേ എൻ്റെ MLA അവിടെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അയാളെ ചീത്ത പറയും. MLAമാർ എന്തൊരു ടെൻഷനിലാണ് ജീവിക്കുന്നറിയാമോ? മരിച്ച വീട്ടിലെല്ലാം പോകണം, ജനിച്ച വീട്ടിൽ പോകണം, കല്യാണ വീട്ടിൽ പോകണം, പാലുകാച്ചലിന് പോകണം. ഇങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനിലാണ് കേരളത്തിലെ MLAമാർ. സകല ഫങ്ഷനും ഇവർ പോകണം. പിന്നെ ഇത് ഇവരുടെ ഒരു സ്വഭാവമായിട്ട് അവർ വന്നിട്ടേ ശവമെടുക്കാവുള്ളൂ ശവദാഹത്തിന്. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് പോയി ബന്ധുമിത്രാദികളെല്ലാം ഉണ്ട്. അത്ര വയസ്സൊന്നും ആയില്ലെങ്കിലും മരിക്കാനുള്ള അടുത്തടുപ്പിച്ചുള്ള വയസ്സുള്ളൊരു മനുഷ്യൻ മരിച്ചു. എൻ്റെയും ഒരു റിലേറ്റീവാണ്.
ഞാനവിടെ പോയി മണിക്കൂറുകൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ മകനോട് ചോദിച്ചു, എന്താണ് ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, MLA വരുമെന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് വേണം ചെയ്യാനെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പുള്ളി പിന്നെയും 1 മണിക്കൂർ താമസിച്ചു. MLA വന്ന് ഒരു റീത്ത് വെച്ചു. ഇത് വയ്ക്കാൻ കാത്തിരുന്ന പോലെ റീത്ത് വയ്ക്കുകയും ബോഡി ലിഫ്റ്റ് ചെയ്ത ആൾക്കാർ കത്തിക്കാനായിട്ട് കൊണ്ടുപോയി. ഈ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് മിനിസ്റ്റേഴ്സ് ആവശ്യമാണ്. ഫാസ്റ്റ് മൂവിങ് വേണമെങ്കിൽ ഹെലികോപ്റ്റർ വേണം നിങ്ങൾക്ക്. അതില്ലാതെ പറ്റില്ല. നമ്മുടെ റോഡിലൂടെ വണ്ടി സ്ഥലം ഉണ്ടായിട്ട് വേണ്ട വണ്ടി ഓടിക്കാൻ. മുഖ്യമന്ത്രി ആയാലും ആരായാലും എന്താ, നമുക്ക് വണ്ടി ഒതുക്കാൻ മുഖ്യമന്ത്രി വരുന്നു, ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒതുങ്ങാൻ സ്ഥലമുണ്ടെങ്കിലല്ലേ ഒതുങ്ങാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി കടന്നു പോകും. ആ ഒരു അവസ്ഥയാണ് കേരളത്തിലെ റോഡുകൾക്ക് വീതി കൂടിയിട്ടില്ല. വാഹനങ്ങളുടെ എണ്ണം വല്ലാതെ പെരുകുകയും ചെയ്തു. അപ്പോൾ റോഡ് മാർഗം പെട്ടെന്ന് എത്തുക എന്നുള്ളത് അസാധ്യമായി. ഇനിയിപ്പോൾ ചെറിയ ഡ്രോണോ അതോ ഇതൊക്കെ വാങ്ങിച്ചു തുടങ്ങും ഓരോ MLA സ്വന്തമായിട്ട്. കാറിന് പകരം ഒരു ഡ്രോൺ. ഇപ്പോൾ ലക്ഷറി കാറിന് 20 ലക്ഷം 25 ലക്ഷം ഒക്കെ ഉണ്ടല്ലോ, 50ഉം 60ഉം ഒക്കെ ഉള്ളതുണ്ട്. അത് പോട്ടെ, ഒരു മിനിമം SUVക്ക് 25-30 എന്ന് വയ്ക്കുക. ഈ 30 ലക്ഷം രൂപയ്ക്ക് ഒരു ഡ്രോൺ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് അതിൽ പറന്ന് ആൾക്കാരുടെ മുറ്റത്ത് പോയി ഇറങ്ങുന്ന സമ്പ്രദായം വരും. കാരണം അത്ര ഫാസ്റ്റായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു, അത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ മൈനർ ഇഷ്യൂസാണ്, തീർത്തും മൈനറായ ബാലിശമായ കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി അതിൻ്റെ കണക്കെടുക്കുക. ഭക്ഷണം കഴിച്ചതിൻ്റെ, അങ്ങേർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോൾ അതാരോ മുസ്ലിം ലീഗിലെ ഒരു നേതാവോ മറ്റോ അറേഞ്ച് ചെയ്തു. ആ നേതാവിൻ്റെ മനസ്സിലെന്താ, മുഖ്യമന്ത്രിക്കല്ലേ വീട്ടിൽ വരുന്നത്, അപ്പോൾ ഒരല്പം പോഷായിട്ടുള്ള ഭക്ഷണം. അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഈ പറയണമാതിരിയുള്ള വലിയ സാധനമൊന്നും അല്ലാതെ എന്തോ ചപ്പാത്തി, കുറച്ച് ചോറ്, 3-4 ഡിഷ്. അതിൽ വെജിറ്റേറിയൻ ഉണ്ടാവാം, നോൺ വെജിറ്റേറിയൻ ഉണ്ടാവാം. ഇതാണ് അതിനകത്തുള്ളത്. മൊത്തം ഒരു 6 പാത്രമോ 7 പാത്രമാണ് മേശപ്പുറത്ത് കാണുന്നത്. അതുമാത്രമല്ല, അത് മലബാറിലെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതൊരു വലിയ ഇതല്ല ഈ പറഞ്ഞ സംഗതിയാണെങ്കിൽ. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യം മലബാർ ഭാഗത്ത് പോകുമ്പോഴുണ്ടല്ലോ, മഞ്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സെയ്ദ് മുഹമ്മദ്, മരിച്ചുപോയി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ചായ തന്നു, കൂടെ കാവറുത്തത് മിക്സ്ചർ ഒരു വലിയ കൂമ്പാനം, 2-2.5 കിലോ വരും. കായ വറുത്തത് ഒരു 2 കിലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, മുഹമ്മദ് ഇതെന്താ ഇത്, എന്താ കഴിച്ചു? ഞാൻ പറഞ്ഞു, ഇത്രയും ഞാൻ കഴിക്കാൻ, ഇത് ആനയ്ക്ക് കഴിക്കണം. അല്ല, അതല്ല, അത് കഴിച്ചു, അത് ബാക്കി. ഞാൻ പറഞ്ഞു, ഇത് കുറയ്ക്കുന്ന പ്രശ്നമില്ല. പിന്നീട് വേറൊരു വീട്ടിൽ പോയി 24 പരിപ്പ് വട. ഞാൻ ഒരാളാണ് വന്നിരിക്കുന്നത്, ഒറ്റ ആൾക്കാണ്. 24 പരിപ്പ് വട, 4 പാക്കറ്റ് നീളൻ ഗ്ലാസ് ബിസ്ക്കറ്റ്. അതിങ്ങനെ പൊട്ടിക്കാതെ വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാതെ, ഇതെല്ലാം പൊട്ടിച്ച് പ്ലേറ്റിൽ നിരത്തിയിട്ട് ഏത്തപ്പഴം, അതൊരു 2 കിലോ ഉണ്ട്. ഞാൻ അന്തം വിട്ട് ഞാൻ ആ അമ്മയോട് ചോദിച്ചു, ഇത് ഒരാൾക്ക് തിന്നാനാണോ ഇത്രയധികം വെച്ചിട്ട്? അല്ല, അത് കഴിച്ചോ, ആവശ്യമുള്ളത് കഴിച്ചോ, അല്ലാത്ത അവിടെ ഇരിക്കട്ടെ. ഇതാണ് അവരുടെ സമ്പ്രദായം. ഇതുപോലും VD സതീശൻ്റെ ആ മേശപ്പുറത്ത് ഞാൻ കാണുന്നില്ല. ഞാൻ BJP ആണ്, VD സതീശൻ കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കിട്ടിയ തരത്തിൽ 4 ചീത്ത പറയാം, അതൊരു നല്ല സ്വഭാവമല്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ആ വീട്ടുകാർ തരുന്നതല്ലേ അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങേർക്ക് നേരത്തെ മെനു പറയാൻ പറ്റുമോ? TV-ക്കാരുണ്ടാവും, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി, കഞ്ഞിയും ചമ്മന്തിയും മാത്രം മതി, ഒരു പ്ലാവിലയും കൊരുത്ത് വെച്ചോ, ഒരു ഷോയ്ക്ക് ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? വീട്ടുകാരൻ എന്താ കരുതുന്നത്? മുഖ്യമന്ത്രി വന്നു കഴിയുമ്പോൾ നല്ല ഭക്ഷണം ഇതൊക്കെ കൊടുക്കണ്ടേ? അതുകൂടാതെ മുഖ്യമന്ത്രിയോട് ബാക്കി പരിവാരങ്ങളുണ്ടാകും, അവർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ പുള്ളി അല്പം സമൃദ്ധമായിട്ട് പിന്നെ മലബാറിൻ്റെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇച്ചിരി കൂടുതൽ ഉണ്ടാകും. ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെ നോൺ ഇഷ്യൂ ആണ് സത്യം പറഞ്ഞാൽ. ഇറിറ്റൻസാണ് വെറുതെ ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ. നിങ്ങൾക്ക് എന്തെല്ലാം സീരിയസ് ഇഷ്യൂസുണ്ട്. ഇവർ വലിയ കാര്യമായിട്ട് പൊക്കിക്കൊണ്ടുവന്നതാണ്. വിഴിഞ്ഞത്ത് അദാനി ഷെയർ വിറ്റു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എവിടെ പോയി ഷെയർ വിറ്റത്? ആ ഇഷ്യൂവിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ആദ്യം കാലം അറിയത് EP ജയരാജനാണ്.
വിറ്റാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ കടയ്ക്കൽ കോടായിൽ വെച്ചു അതങ്ങ് പോയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില്ലറ വിഷയങ്ങൾ അത് ഒരു നല്ല രാഷ്ട്രീയമല്ല. ഈ പ്രളയം ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കേരളത്തെ പ്രളയം വരുന്നൊരു സാഹചര്യമാണ്. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അത് എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധി ഉണ്ടാവുക? പ്രതിവിധിയൊന്നുമില്ല. അയ്യോ, പ്രതിവിധി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് താമസം മാറ്റുക. വലിയൊരു വിഭാഗം ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. ഇതിന് 10-20 വർഷം മുമ്പ് നമ്മുടെ പശ്ചിമഘട്ട പഠിച്ച ഒരു റിപ്പോർട്ട് കൊടുത്ത ആളുണ്ടായിരുന്നല്ലോ, കസ്തൂരി രംഗനല്ല, ഗാഡ്ഗിൽ, മാധവ് ഗാഡ്ഗിൽ വില്ലനായിട്ട് മാറി. നമ്മളങ്ങനെ തല്ലിയില്ലെന്നേ ഉള്ളൂ ഗാഡ്ഗിലിനെ. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഡൈല്യൂട്ട് ചെയ്യാനാണ് കസ്തൂരി രംഗനെ വെച്ചത്. കസ്തൂരി രംഗൻ ഡൈല്യൂട്ട് ചെയ്തു. അത് പോരാഞ്ഞിട്ട് ഉമ്മൻ കമ്മിറ്റിയെ വെച്ചു, വീണ്ടും ഡൈല്യൂട്ട് ചെയ്തു. എന്നിട്ട് അതുപോലും നമ്മൾ നടപ്പിലാക്കിയില്ല. നമ്മളിങ്ങനെ സുഖസുന്ദരമായിട്ട് അവിടെ ജീവിച്ചു. മലഞ്ചെരിവുകളിലൊക്കെ വീട് വെച്ചു, കെട്ടിടങ്ങൾ വെച്ചു, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി സന്തോഷമാക്കി. ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി ഇത് പൊളിച്ചു കളയും, വീണ്ടും നമ്മൾ വയ്ക്കും. ഇങ്ങനെ ഈ നാടകം അവിരാമം തുടരും. ഈ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് മലഞ്ചെരിവുകൾ, ഇടനാട്, അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും, കുന്നിൽ താമസിച്ചാൽ ഉരുൾപൊട്ടലുണ്ടാവും. അപ്പോൾ ഇതെന്തോ ചെയ്യും ഇത്? അല്ല, ഈ ഉൾക്കാടുകളിൽ താമസിക്കുന്ന വനവാസികളുണ്ടല്ലോ, അവരെ എന്താ ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒന്നും ബാധിക്കാത്തത്? അവരിലാരെങ്കിലും ഈ കൂട്ടത്തിൽ മരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർക്കവിടെ ജീവിക്കാൻ അറിയാം. നമുക്കവിടെ ജീവിക്കാൻ അറിഞ്ഞുകൂടാ. നമ്മുടെ ആധുനിക സൗകര്യം അനുസരിച്ചുള്ള വീടുകളും സംഗതിയൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഇവൻ്റ് ഓഫ് എ ലാൻഡ് സ്ലൈഡ് അത് വലിയ നഷ്ടത്തിൽ കലാശിക്കും. ഇത് വനവാസികൾക്കറിയാം. വനത്തിൽ താമസിക്കുന്ന ഒരു സ്കില്ല് വേണം. അതുകൊണ്ടാണ് വനവാസികളെ ആന ചവിട്ടുന്നില്ല, അവരെ കടുവ പിടിക്കുന്നില്ല. എന്നാൽ ഇതിനേക്കാൾ ഉള്ളിലാണ് അവരുടെ താമസം. ആനയ്ക്ക് സുഖമായിട്ട് അവരെ ചവിട്ടിക്കൊല്ലാം. പക്ഷേ ഒരു വനവാസി പോലും, എനിക്ക് തോന്നുന്നത് ഒരാളോ മറ്റോ ഇടയ്ക്കെപ്പോഴോ വനവാസികളുണ്ട്. ബാക്കിയൊക്കെ നമ്മളെപ്പോലുള്ള നാട്ടുകാരെയാണ് ആന ചവിട്ടുന്നു, പിടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവരും മനുഷ്യരല്ലേ, അവരെ എന്താ ആന ഉപദ്രവിക്കാത്തത്? കാരണം അവർക്ക് ഇത് അറിയാം, ഇതിൻ്റെ നടുക്ക് ജീവിക്കാൻ. നമുക്കിതറിയില്ല. നമ്മൾ എറണാകുളമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയി കാട്ടിൽ പോയി താമസിക്കും. എന്നിട്ട് എറണാകുളം സിറ്റി നടക്കുന്ന പോലെ നടക്കുക, അതുപോലെ ബിൽഡിങ് വയ്ക്കുക, ഫ്ലാറ്റ് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുക, ഇതൊക്കെ ചെയ്യും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പരിസ്ഥിതി മാത്രമല്ല, മൊത്തം പരിസ്ഥിതിയും പരിജനങ്ങളും നശിച്ചു പോകുന്ന സമ്പ്രദായം. ഇത് പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ വനവാസിയെ പോലെ താമസിക്കുക, വനത്തിൽ താമസിക്കണമെങ്കിൽ. അതല്ലെങ്കിൽ നഗരത്തിലേക്ക് പോരുക. നഗരത്തിലെ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എറണാകുളത്ത് എത്ര ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട് വാടകയ്ക്ക് ആളില്ലാതെ. പക്ഷേ അതാർക്കും വേണ്ട. അതിന് പകരം അവിടെ പോയിട്ട് നമുക്കൊരു കോമ്പൗണ്ടും വീടും എന്നുള്ള സങ്കല്പമാണ് ഇപ്പോഴും മലയാളിക്ക്. ഫ്ലാറ്റിൽ താമസിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വല്ല എറണാകുളത്ത് മറൈൻ ഡ്രൈവിലോ ഒക്കെ ആണെങ്കിൽ സീ ഫേസിംഗ് എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ട് പിടിച്ച് ഫ്ലാറ്റുകാരൻ ഇൻസ്റ്റാൾമെൻറ്റ് മതി തന്നാൽ മതി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഈ നമുക്കൊരു കോമ്പൗണ്ട്, ഒരു മുറ്റം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് മാനസികമായിട്ട്. അപ്പോൾ ഈ വില്ലാ സങ്കല്പത്തിൽ കഴിയുന്ന മലയാളി ഉള്ളതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് കേരളത്തിൽ. വെർട്ടിക്കൽ ഗ്രോത്ത് ഇല്ല. ഇപ്പം തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ അവിടുത്തേക്ക് ഗ്രാമപ്രദേശത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ ഗാവ് എന്നവർ പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ടൗണിനെയാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത്. അവിടെ ഫ്ലാറ്റൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 40 കിലോമീറ്റർ വിശാലമായ പാടങ്ങളാണ്. പിന്നെ അടുത്ത ഗ്രാമം, അവിടെ ഫ്ലാറ്റുണ്ട്. ആളുകൾ വെർട്ടിക്കൽ ഗ്രോത്താണ്. പുതിയ താമസം പുതിയ ഫ്ലാറ്റിൻ്റെ അടുത്ത നിലയിൽ താമസിക്കും, അതിൻ്റെ അടുത്ത നിലയിൽ താമസിക്കും. അല്ലാതെ അവിടെ നിന്ന് പരന്ന് അവിടെ കോമ്പൗണ്ട് ഉണ്ടാക്കി അവിടെ വീട് വെച്ച് ഇങ്ങനെ പോവില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കൃഷി ചെയ്യാൻ ഇതിനൊക്കെ സ്ഥലമുണ്ട്. അവർ താമസിക്കുന്നത് ഇതിനിടയ്ക്ക് സേഫായ ഒരു സ്ഥലത്ത്, ഉറച്ച തറയിൽ. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെയാണ് ഈ ഗ്രാമം. അങ്ങനെ ആ കൾച്ചർ അവർ ശീലിച്ചു. നമുക്ക് ആ കൾച്ചറില്ല. നമുക്ക് വീട് വെച്ച് പരന്ന് അങ്ങനെ പോകുന്നവരാണ്.
ആ സ്വഭാവം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ആ പ്രകൃതി മാറുന്നതനുസരിച്ച് മനുഷ്യൻ മാറണം, ഇല്ലെങ്കിൽ പ്രകൃതി മാറ്റും. നിരന്തരം നമ്മളെ ഉപദ്രവിച്ച് നമ്മുടെ ഈ ജനറേഷൻ മാറിയില്ലെങ്കിൽ അടുത്ത ജനറേഷനെ മാറ്റാൻ ശ്രമിക്കും. അതിനടുത്ത ജനറേഷൻ പകുതി മാറും, അതിനടുത്ത ജനറേഷൻ മുഴുവൻ മാറും. മാറ്റിയേ പ്രകൃതി അടങ്ങുള്ളൂ. പ്രകൃതിക്ക് അഗൻസ്റ്റ് ജീവിക്കാം എന്നുള്ള നമ്മുടെ കാൽക്കുലേഷൻ പരാജയപ്പെടും, ഭീകരമായിട്ട് പരാജയപ്പെടും.